ആനയുമായി ബന്ധപ്പെട്ട കഥകളും ചരിത്രങ്ങളും പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഗുരുവായൂർ കേശവൻ്റെ കാര്യമാണ്. ഗുരുവായൂർ കേശവൻ എന്ന ഒരു ചലച്ചിത്രം തന്നെ ഇറങ്ങുകയും ആ ചിത്രവുമായി ബന്ധപ്പെട്ട് അതിലെ പാട്ടുകളും ചില രംഗങ്ങളും ഇന്നും നമ്മളുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ഗുരുവായൂർ കേശവൻ്റെ ആ രൂപവും നമ്മളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നത് ഗുരുവായൂർ കേശവനുമായി ബന്ധപ്പെട്ട കഥകളും ഈ സിനിമയും തന്നെയാണ്. ഇന്ന് പ്രതിപാദ്യ വിഷയമായി വരുന്നത് ഗുരുവായൂർ കേശവൻ്റെ കഥയല്ല, കൊട്ടാരക്കര ചന്ദ്രശേഖരൻ്റെ ചരിത്രവും കഥയുമാണ്. ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട കഥ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നതും അവിടുത്തെ കൊട്ടാരത്തിലെ രാജാക്കന്മാരുമായും ചന്ദ്രശേഖരനുണ്ടായ ഒരു അഭേദ്യമായ ബന്ധമാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. അനന്തപുരിയിലെ ജനങ്ങൾ ഇന്നും ചിലപ്പോൾ സ്മരിക്കുന്നുണ്ടാകാം ചന്ദ്രശേഖരന്. 1885 ചന്ദ്രശേഖരൻ ജനിക്കുന്നത്. 1946 ചന്ദ്രശേഖരൻ മരിക്കുന്നു. അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ ചന്ദ്രശേഖരൻ നമ്മളെ വിട്ടു പോയി. 61 വർഷം തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കൊമ്പനാനയായിരുന്നു ചന്ദ്രശേഖരൻ. തിരുവിതാംകൂറുകാരുടെ മനസ്സിൽ തിളങ്ങി നിന്നിരുന്ന ഒരു കൊമ്പനാന. ശക്തൻ തമ്പുരാൻ കൊച്ചി ഭരിച്ചിരുന്ന കാലത്ത് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതിർത്തികൾ വ്യക്തമായി തിരിച്ചിട്ടില്ലായിരുന്നു. കൊച്ചി രാജ്യത്തിൻ്റെ കീഴിൽ ഒരു ആനയെ പിടിക്കുന്നതിനുള്ള കുഴി സ്ഥാപിക്കുകയും അത് തിരുവിതാംകൂറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് സ്ഥാപിച്ചത്. വ്യക്തമായ അതിർത്തി വരമ്പുകളില്ലാത്തതുകൊണ്ട് അവർ സ്ഥാപിച്ച കുഴി തിരുവിതാംകൂറിലായിരുന്നു. എങ്കിലും തിരുവിതാംകൂർ രാജാവ് ഈ വിവരം അറിഞ്ഞെങ്കിലും അദ്ദേഹം അത് വലിയ കാര്യമാക്കിയില്ല. തിരുവിതാംകൂർ രാജാവ് അത് വലിയ കാര്യമാക്കാതിരുന്നത് ശക്തൻ തമ്പുരാനും അതായത് കൊച്ചി രാജ്യവും തിരുവിതാംകൂറും തമ്മിൽ അന്ന് നല്ല ബന്ധത്തിലായിരുന്നു. അതിന് ഉലച്ചിൽ തട്ടുന്ന ഒരു കാര്യവും തിരുവിതാംകൂർ രാജാവ് ചെയ്യുകയില്ല. എന്നാൽ കുറച്ചു ദിവസത്തിന് ശേഷം ആ കുഴിയിൽ നല്ല ലക്ഷണമൊത്ത അതായത് സർവ്വലക്ഷണവുമൊത്ത ഒരു കുട്ടിയാന വീണു എന്ന് അറിഞ്ഞു. ശക്തൻ തമ്പുരാൻ നേരിട്ട് അവിടെ എത്തുകയും ആനയെ കണ്ട് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം ഇത്രയും തടിച്ചു കൊഴുത്ത ഒരു കുട്ടിക്കൊമ്പനെ താൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എല്ലാ ലക്ഷണങ്ങളും ഒത്ത ആന തന്നെ. അതിനെ കുഴിയിൽ നിന്ന് കരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി 2 താപ്പാനകളെ ഉപയോഗിച്ചെങ്കിലും അതിനും കഴിഞ്ഞില്ല. പിന്നീട് തിരുവിതാംകൂറിൻ്റെ ഒരു താപ്പാനയെ കൂടി കൊണ്ടുവന്നാണ് കുഴിയിൽ നിന്ന് ആനയെ കയറ്റിയത്. ആനയെ കയറ്റിയ ഉടനെ തന്നെ ആനയ്ക്ക് പരിശീലനങ്ങൾ നൽകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് ശക്തൻ തമ്പുരാൻ അവിടെ നിന്ന് മടങ്ങിപ്പോയത്. എന്നാൽ ഈ ആനയുടെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ തിരുവിതാംകൂർ രാജാവിന് അതിനെ സ്വന്തമാക്കണമെന്ന് തോന്നി. അതിനു വേണ്ട കരുക്കൾ നീക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ച ഒരു സമയത്ത് തന്നെ രാജാ കേശവദാസ് വരുകയും രാജാ കേശവദാസിനോട് ഈ കാര്യം രാജാവ് പറയുകയും ചെയ്തു. രാജാ കേശവദാസ് ഉടനെ തന്നെ രാജാവിനോട് ഉണർത്തിച്ചു, അങ്ങ് ഇത് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാനിത് അറിയുകയും ആനയെ കൈവശപ്പെടുത്തുന്നതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് രാജാവിനോട് പറയുകയും ചെയ്തു. രാജാ കേശവദാസ് അന്ന് തിരുവിതാംകൂറിൻ്റെ ദിവാനും കുഞ്ചിക്കുട്ടി പിള്ള അന്ന് സർവാധികാര്യക്കാരുമായിരുന്നു. 3 പേരും വേഷം മാറിയാണ് കൊച്ചിയുടെ ആന പരിശീലന കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടത്. വൈക്കം പത്മനാഭ പിള്ളയും കുതിരപ്പക്ഷിയും ഒരു വഴിപോക്കരുടെ രൂപത്തിൽ വേഷം മാറി ആദ്യമേ അവിടെ എത്തിച്ചേർന്നു. അതിനുശേഷമാണ് സർവാധികാര്യക്കാരായ കുഞ്ചിക്കുട്ടിപ്പിള്ള അവിടെ എത്തിച്ചേരുന്നത്. അത് ഒരു പട്ടാണിയുടെ വേഷത്തിൽ. രാജാ കേശവദാസിൻ്റെ മറുപടി കേട്ട തിരുവിതാംകൂർ രാജാവ് ചോദിച്ചു, അവർ 3 പേരും മതിയാകുമോ ആനയെ കൊണ്ടുവരുന്നതിന്? ഇതിനു മറുപടിയായി രാജാ കേശവദാസ് പറഞ്ഞത്, കുഞ്ചിക്കുട്ടിപ്പിള്ള തേവലശ്ശേരി നമ്പിയുടെ ശിഷ്യനായതുകൊണ്ട് ആനയെയല്ല സിംഹത്തിനെ വരെ അദ്ദേഹത്തിന് കൊണ്ടുവരുവാൻ കഴിയും. ഇത് കേട്ട രാജാവ്, ഞാൻ കുഞ്ചിക്കുട്ടിപ്പിള്ളയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല അപ്രകാരം പറഞ്ഞത്. കൊച്ചി രാജാവിനെ അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് നരസിംഹത്തിൻ്റെ അവതാരമായതുകൊണ്ടാണ്. അദ്ദേഹത്തിനെ വിളിക്കുന്നത് തന്നെ ശക്തനെന്നാണ്.
അപ്രകാരമുള്ള ഒരു ആളിൻ്റെ പക്കലേക്കാണ് ആനയെ കൊണ്ടുവരുന്നതിന് വേണ്ടി കുഞ്ചിക്കുട്ടിപ്പിള്ള പോകുന്നത്. കേശവദാസിൻ്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ തന്നെ കുഞ്ചിക്കുട്ടിപ്പിള്ള തേവലശ്ശേരി നമ്പിയുടെ അടുത്ത് പോയി അനുഗ്രഹവും വാങ്ങി സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ആ സമയത്ത് തന്നെ വൈക്കം പത്മനാഭപിള്ളയും കുതിരപ്പക്ഷിയും അവിടെ എത്തിച്ചേർന്നു. അവർ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാക്കിയതിന് ശേഷം ഭക്ഷണം കഴിച്ച ശേഷം വൈക്കം പത്മനാഭപിള്ളയെയും കുതിരപ്പക്ഷിയെയും നേരത്തെ തന്നെ അങ്ങോട്ട് അയച്ചു. 2 വഴിപോക്കരുടെ രൂപത്തിൽ വേഷം മാറിയ കുതിരപ്പക്ഷിയും വൈക്കം പത്മനാഭപിള്ളയും കൂടി കൊച്ചിയുടെ ആന പരിശീലന കേന്ദ്രത്തിലെത്തി അവിടെ നിന്ന് വെറ്റില മുറുക്കുവാൻ തുടങ്ങി. എന്നിട്ട് വൈക്കം പത്മനാഭപിള്ള ഈ ആനയുടെ ലക്ഷണങ്ങൾ പറയുവാൻ തുടങ്ങി. അതായത് കുഴിയിൽ വീണ് പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള കുട്ടിക്കൊമ്പൻ്റെ ലക്ഷണങ്ങൾ വർണ്ണിക്കുന്നത് അവിടെയുള്ള ആനപ്പാപ്പാന്മാർക്ക് വളരെ കൗതുകമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു. കാരണം വൈക്കം പത്മനാഭപിള്ള ആനയുടെ ലക്ഷണങ്ങൾ പ്രതിപാദിക്കുന്ന മാതംഗലീല എന്ന ഗ്രന്ഥത്തിലെ ചില കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. അവിടെയുള്ള നാട്ടുകാർ ചുറ്റും കൂടി വൈക്കം പത്മനാഭപിള്ളയുടെ അറിവിനെ പ്രകീർത്തിക്കുവാൻ തുടങ്ങി. ഈ സമയത്താണ് സർവാധികാര്യക്കാരായ കുഞ്ചിക്കുട്ടിപ്പിള്ള വേഷം മാറി ഒരു പട്ടാണിയുടെ വേഷത്തിൽ അവിടെ എത്തിച്ചേരുകയും മുറുക്കുന്നതിന് കുറച്ച് പുകല തനിക്ക് തരണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ പരിഹാസ രൂപത്തിൽ കുതിരപ്പക്ഷി പറഞ്ഞു, നിനക്ക് മുറുക്കുന്നതിന് പുകലയല്ലേ ഇവിടെ ആനത്തൊട്ടിൽ കാത്തിവച്ചിരിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ഒരു ആനയെ തരാം. ഇത് കേട്ട സർവാധികാരക്കാർ, എനിക്ക് ആനയെ തന്നാലും ഞാൻ മുറുക്കുന്നതിന് എടുത്തുകൊള്ളാം, ആനയെ തന്നാലും മതി. ആനപ്പാപ്പാന്മാരുമായി ചങ്ങാത്തം കൂടിയ കുതിരപ്പക്ഷിയും സർവാധികാരക്കാരും വൈക്കം പത്മനാഭപിള്ളയും കൂടി അവിടെയുണ്ടായിരുന്ന ആനപ്പാപ്പാന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മദ്യശാലയിൽ പോയി വേണ്ടവണ്ണം അവർക്ക് കള്ളു വാങ്ങിക്കൊടുത്ത് മടക്കി കൊണ്ടുവന്നു. ശേഷം ഇവൻ്റെ ആഗ്രഹം നമുക്ക് ഒന്ന് സാധിച്ചു കൊടുക്കണം. കാരണം ഇവന് ഒരു ആനയെ മുറുക്കുന്നതിന് വേണമെന്നാണല്ലോ പറഞ്ഞത്. അവന് ആനയുടെ പുറത്ത് കയറുന്നതിനുള്ള ഒരു അവസരമെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. നിനക്ക് ഏത് ആനയുടെ പുറത്താണ് കയറേണ്ടത്? ഇത് കേട്ട പട്ടാണി പറഞ്ഞു, എനിക്ക് ഈ ആനയുടെ പുറത്ത് കയറിയാൽ മതി. അത് കേട്ട പാപ്പാന്മാർ പറഞ്ഞു, അവനെ കുഴിയിൽ നിന്ന് പിടിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ, അവന് ഇടം വലം പോലും പഠിപ്പിച്ചിട്ടില്ല, പിന്നെയാണോ നീ അതിൻ്റെ പുറത്ത് കയറുവാൻ പോകുന്നത്? അപ്പോൾ പട്ടാണി പറഞ്ഞു, എനിക്ക് അതും കുഴപ്പമില്ല, എനിക്ക് അവൻ്റെ പുറത്ത് കയറിയാൽ മതി. ഇത് കേട്ട കുതിരപ്പക്ഷിയും വൈക്കം പത്മനാഭപിള്ളയും കൂടി പറഞ്ഞു, എന്നാൽ അവൻ്റെ ആഗ്രഹം അപ്രകാരം തന്നെ നമുക്കൊന്ന് സാധിപ്പിച്ചു കൊടുക്കാം. അവിടെ ആന സൂക്ഷിപ്പ് കേന്ദ്രത്തിലുണ്ടായ പാപ്പാന്മാർ ഉടനെ തന്നെ 2 താപ്പാനകളെ കൊണ്ടുവന്ന് ഈ കുട്ടിക്കൊമ്പൻ്റെ 2 വശത്തും നിർത്തി, അതായത് ഇടവും വലവും നിർത്തിയ ശേഷം വടം കൊണ്ടുവന്ന് അതിനെ ബന്ധിപ്പിച്ചു. അത് കണ്ട ഉടനെ തന്നെ ഈ പട്ടാണിയുടെ വേഷം കെട്ടിയ സർവാധികാരക്കാർ ഒരൊറ്റ ചാട്ടത്തിന് ആ കുട്ടിക്കൊമ്പൻ്റെ പുറത്തു കയറി. അവൻ അത്ര മോശക്കാരനല്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. കയറിയ ഉടനെ തന്നെ ആന പെട്ടെന്ന് ഒന്ന് ഇടഞ്ഞു എങ്കിലും സർവാധികാരക്കാരാണ് അതിൻ്റെ മുകളിലിരിക്കുന്നതെന്ന് ആന മനസ്സിലാക്കിയ പോലെ തന്നെ പിന്നീട് അനങ്ങാതെയായി. അതിനുശേഷം ആനപ്പുറത്ത് കയറിയ സർവാധികാരക്കാർ, അതായത് പട്ടാണി, ആ ആനയുടെ 2 ഇടവും വലവും നിന്നിരുന്ന താപ്പാനയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വടം മുറിച്ച ശേഷം 2 താപ്പാനകളെയും തല്ലി ഓടിച്ച് ആനയെ മുന്നോട്ട് നടത്തുവാൻ തുടങ്ങി. മുന്നോട്ട് നടത്തിയ ഉടനെ തന്നെ പിന്നീട് അതിനെ പിന്നോട്ട് നടത്തി അദ്ദേഹം കുറേ ദൂരം പോയി. എന്നാൽ ഇതിനു പിന്നാലെ അവർക്ക് പാപ്പാന്മാർക്ക് വന്നെത്തുന്നതിനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ കുറേ ദൂരം പോയതിന് ശേഷമാണ് പിന്നെ ആനയെ മുന്നോട്ട് നടത്തി അവർ ഉദ്ദേശിച്ച ഒരു സ്ഥലത്ത് എത്തിയ ശേഷം അല്പം വിശ്രമിച്ച ശേഷം വീണ്ടും അവിടെ നിന്ന് കൊട്ടാരക്കര ലക്ഷ്യമാക്കി നടന്നു. 2 ദിവസം കൊണ്ടാണ് അവർ കൊട്ടാരക്കര എത്തിച്ചേരുന്നത്. ഒരു ദിവസം അവർ വിശ്രമിച്ച ശേഷം ആനയെ അവിടെ നിന്ന് കൊണ്ടുപോകുവാനുള്ള ശ്രമം തുടങ്ങി. എന്നാൽ ആന ഒരു അടി പോലും അവിടെ നിന്ന് അനങ്ങുവാൻ തയ്യാറായില്ല. അപ്പോൾ ഇവർ വിചാരിച്ചത് ആനയ്ക്ക് ക്ഷീണമുള്ളത് കൊണ്ടായിരിക്കും അനങ്ങാത്തതെന്നാണ്. എന്നാൽ എല്ലാ അടവുകളും സർവാധികാരക്കാരും വൈക്കം പത്മനാഭപിള്ളയും കുതിരപ്പക്ഷിയും കൂടി പ്രയോഗിച്ചു നോക്കിയിട്ടും ആന ഒരു തരത്തിലും അനങ്ങുന്നില്ല.
എന്നാൽ ഇത് കണ്ടു നിന്നിരുന്ന കുറച്ച് പ്രായമായ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ കൊട്ടാരക്കര എത്തിച്ച ആനയെ അവിടെ നടക്കിരുത്താതെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അവൻ അവിടെ നിന്ന് അനങ്ങാത്തത്. ഞങ്ങൾ പറയുന്നത് സത്യമാണ്, നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കിയോ. ഇത് കേട്ട കുഞ്ചിക്കുട്ടിപ്പിള്ളയ്ക്ക് തോന്നി, ശരിയായിരിക്കും അവർ പറയുന്നത്, അതിനുള്ള നടപടിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഉടനെ തന്നെ സർവാധികാരിക്കാർ ദിവാൻ കേശവദാസിനെ വിവരമറിയിക്കുകയും ദിവാൻ കേശവദാസ് രാജാവുമായി കൂടിയാലോചിച്ച് നടക്കിരുത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ ആരംഭിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും തിരുവിതാംകൂർ രാജാവ് തന്നെ നേരിട്ട് എഴുന്നള്ളി വന്ന് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിൽ ആനയെ നടക്കിരുത്തി അവിടെ നിന്ന് അവന് ഒരു പേരും നിർദ്ദേശിച്ചു. അതായത് മഹാദേവൻ്റെ പേര് തന്നെ ചന്ദ്രശേഖരൻ എന്ന പേരു നൽകി. കാരണം അവൻ്റെ നെറ്റിത്തടത്തിൽ ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള അടയാളവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ എന്ന പേര് ലഭിച്ചത്. പിന്നീട് ആനയെ തിരുവിതാംകൂറിലുള്ള ആന പരിശീലന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് അതിന് നല്ല ഒരു പാപ്പാനെയും ഏർപ്പെടുത്തി അവനെ ഇടവും വലവുമെല്ലാം പഠിപ്പിച്ച ശേഷം അവനെ മറ്റുള്ള കാര്യങ്ങൾക്കായി വിനിയോഗിക്കുവാൻ തുടങ്ങി. ചന്ദ്രശേഖരനെക്കുറിച്ച് അനേകം ചരിത്ര കഥകളുണ്ട്. എന്നാൽ അവയൊന്നും നമ്മൾക്ക് ഇവിടെ പ്രതിപാദിക്കുവാൻ സാധ്യമല്ല. കാരണം അത്രമാത്രം കഥകളാണ് ചന്ദ്രശേഖരനുമായി ഉള്ളത്. അതിൽ ഒന്ന് മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. 1934 കാർത്തിക തിരുനാൾ മഹാറാണിയുടെ പള്ളിക്കെട്ടിന് പന്തൽ കുറ്റി നാട്ടുന്നതിനുള്ള കുഴി എടുത്ത് ഇട്ടിരുന്നു. ആ കുഴിയിലേക്ക് അടക്കാമരത്തടി താഴ്ത്തേണ്ട ചുമതല ചന്ദ്രശേഖരനായിരുന്നു. അവൻ അടക്കാമരത്തിന്റെ തടി താങ്ങിക്കൊണ്ടുവന്നെങ്കിലും കുഴിയിലേക്ക് ഇടുന്നതിന് വിസമ്മതിച്ചു. പാപ്പാന്മാർ പലവട്ടം നിർദ്ദേശിച്ചിട്ടും അവനത് അനുസരിച്ചില്ല. പാപ്പാന്മാർക്ക് മനസ്സിലായി, എന്തെങ്കിലും കാരണമില്ലാതെ അവൻ ഒരു കാര്യം ചെയ്യുവാൻ വിസമ്മതിക്കാറില്ല. അത്രയ്ക്ക് അനുസരണയുള്ള ഒരു ആനയായിരുന്നു അവൻ. അതുകൊണ്ട് പാപ്പാന്മാർ കുഴി നല്ലവണ്ണം ഒന്ന് നോക്കിയപ്പോൾ കുഴിക്കകത്ത് 2 പൂച്ചക്കുട്ടികൾ കിടക്കുന്നു. ഇതുകൊണ്ടാണ് അവൻ ആ കുഴിയിലേക്ക് അടക്കാമരത്തടി താഴ്ത്താതിരുന്നത്. അതിനുശേഷം പൂച്ചക്കുട്ടികളെ മാറ്റിയ ശേഷമാണ് അവൻ ആ അടക്കാമരം അതിലേക്ക് ഇട്ടത്. അതിനുശേഷം കല്യാണത്തിന് വേണ്ട ചടങ്ങുകളിലെല്ലാം അവൻ പങ്കുകൊള്ളുകയും തലേ ദിവസം വരനായ ഗോദവർവ രാജാവ് അവൻ്റെ പുറത്താണ് എഴുന്നള്ളി വിവാഹവേദിയിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖരനുള്ള ബന്ധം അഭേദ്യമായിരുന്നു. ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട അനേകം കഥകൾ ഉണ്ടെങ്കിലും അതിലെ പല കഥകളും നമ്മൾക്ക് വളരെ അത്ഭുതകരമായി തോന്നാം. ഐതിഹ്യമാലയിലും ചന്ദ്രശേഖരനെക്കുറിച്ച് നല്ല പരാമർശങ്ങളുണ്ട്. ആ കഥകളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ആന തന്നെയായിരുന്നോ ഇവനെന്ന്. കാരണം അത്രയും സ്നേഹവും വേണ്ട ഇടത്ത് എങ്ങനെ പെരുമാറണമെന്ന് അവന് വ്യക്തമായി അറിയാം. ഇന്ന് ഒരു മനുഷ്യൻ കാണിക്കാത്ത വിവേചന ശക്തി അവൻ കാണിച്ചിരുന്നു. അതായത് ആ പൂച്ചക്കുട്ടികളെ രക്ഷിക്കുന്നതിന് വരെ ഒരു ആനയായ ചന്ദ്രശേഖരൻ കാണിച്ച മിടുക്ക് നമ്മളൊന്ന് കാണേണ്ടതാണ്. ഇന്നത്തെ തലമുറയിൽ മറ്റു ജീവികളോട്, അതായത് സഹജീവികളോട് പോലും സ്നേഹമില്ലാത്തപ്പോൾ ചന്ദ്രശേഖരൻ ആ പൂച്ചക്കുട്ടികളെ രക്ഷിക്കുന്നതിന് കാണിച്ച ആ താല്പര്യം ഒന്ന് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്രയും സഹജീവി സ്നേഹം വരെ ചന്ദ്രശേഖരൻ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. മറ്റൊരു കഥ, ഒരു കുട്ടി അവനെ ചെറുപ്പത്തിലെ കല്ലെറിയുകയുണ്ടായി. എന്നാൽ ആ കാലത്ത് ചന്ദ്രശേഖരനെ തളച്ചിടുന്ന ഒരു ശീലമുണ്ടായിരുന്നില്ല. കല്ലെറിഞ്ഞ കുട്ടി എവിടെയോ ഓടി മറഞ്ഞതുകൊണ്ട് അവന് അതിന് പകരം വീട്ടുന്നതിനൊന്നും കഴിഞ്ഞില്ല. എന്നാൽ അവന് എറികൊണ്ട ആ കല്ല് അവൻ വർഷങ്ങളോളം വായിൽ സൂക്ഷിച്ച് ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ കല്ലെടുത്ത് പുറത്തു വയ്ക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഇത് പാപ്പാന്മാർ ശ്രദ്ധിച്ചെങ്കിലും അവൻ എന്തെങ്കിലും കാരണമില്ലാതെ ഒരു കല്ല് തൻ്റെ വായിൽ സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും അവൻ ആ കല്ല് വായിൽ തന്നെ സൂക്ഷിച്ചു. ഒരിക്കൽ അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ധൃതിയിൽ തൻ്റെ വായിലുള്ള കല്ലെടുത്ത് ഒരു ആളുടെ നേർക്ക് എറിഞ്ഞു. അയാളുടെ കാലുമ്മൽ കല്ല് കൊണ്ട് അയാളുടെ കാല് ഒടിയുവാനിടയായി. ഇത് അറിഞ്ഞ തിരുവിതാംകൂർ രാജാവ് ഇതിൻ്റെ കാരണം തിരക്കുകയും ആ എറി കൊണ്ട ആളെ തൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ കൽപ്പന നൽകുകയും ചെയ്തു.
പിന്നീടാണ് അയാൾ തനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ രാജാവിനോട് വെളിപ്പെടുത്തിയത്. താൻ കുട്ടിയായിരുന്നപ്പോൾ അവനെ കല്ലെറിഞ്ഞിട്ടുണ്ടെന്നും അതിനു പകരമാണ് തനിക്ക് അനുഭവിക്കേണ്ടി വന്നതെന്നും അയാൾ രാജാവിനോട് പറഞ്ഞു. ആ എറി കൊണ്ട ആൾക്കുടെ ചികിത്സാ ചിലവും പിന്നീട് എല്ലാ മാസവും അയാൾക്ക് ഒരു നിശ്ചിത തുക പെൻഷനായും രാജാവ് അനുവദിച്ചു. ചന്ദ്രശേഖരൻ വർഷങ്ങളോളം തന്നോട് ചെയ്തതിനുള്ള പക മനസ്സിൽ സൂക്ഷിച്ചു. അപ്പോൾ ചന്ദ്രശേഖരൻ്റെ ഓർമ്മശക്തിയും അതുപോലെ അവൻ പൂച്ചക്കുട്ടികളെ രക്ഷിച്ചതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവൻ സാധാരണ ഒരു കൊമ്പനാന ആയിരുന്നില്ല. അവൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുന്ന ഒരു ധീരനായ ഗജവീരൻ തന്നെയായിരുന്നു ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ്റെ ജീവിത ചരിത്രം ഒരു സംഭവബഹുലമായ കഥയായും ചരിത്രമായി എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നതിന് കാരണം ആ ആനയുടെ നന്മയും അവൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും കൊണ്ട് തന്നെയാണ് ഇന്നും നമ്മളുടെ മനസ്സിൽ ജീവിക്കുന്നത്. 1946 അവൻ ചരിയുന്നത് വരെ അവൻ ഉണ്ടാക്കിയ സംഭവബഹുലമായ ഒരു ചരിത്രം തിരുവിതാംകൂറിൽ ഇന്നും അവശേഷിക്കുന്നു. 11 അടി 8 ഇഞ്ച് പൊക്കവും നല്ല തടിയും അതിനൊത്ത തലയിടുപ്പുമുള്ള ഒരു ധീരനായ കൊമ്പനയാനയായിരുന്നു ചന്ദ്രശേഖരൻ. ചരിഞ്ഞിട്ട് 78 വർഷമായിട്ടും അവൻ്റെ ശിരസ് ഇന്നും ജീവനുള്ള രീതിയിൽ മൃഗാകൃതിയിൽ സൂക്ഷിക്കുവാൻ കഴിഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ പേര് കേട്ട ടാക്സി ഡെർമിസ്റ്റുകളായ കമ്പനിയായ മൈസൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വാൻ ഇൻഗൻ ആൻഡ് വാൻ ഇൻഗൻ എന്ന കമ്പനിയുടെ മിടുക്കുകൊണ്ട് മാത്രമാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്നും അത് സൂക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. 250ഓളം കിലോഗ്രാം തൂക്കം വരുന്ന ഈ ശിരസ് ഇന്നും ജനങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമെന്ന് കണക്കാക്കിയാൽ മതി.